ഗിഫ്റ്റ് എന്താണെന്നറിയാൻ അത് പൊട്ടിച്ചു നോക്കിയാ പോരെ? വേഗാവട്ടെ, പൊട്ടിക്കേ. ഇതെന്തോ ഡോക്യുമെന്റ്സ് ആണെന്ന് തോന്നുന്നല്ലോ. വെറും ഡോക്യുമെന്റ്സ് അല്ല, ഈശ്വരമംഗലത്തിന്റെ തൂണ് തുരുമ്പ് തൊട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വരെ എല്ലാ പൂർണ്ണമായ ഡീറ്റെയിൽസ്. കാറ്, വീട്, പ്രോപ്പർട്ടികൾ, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉൾപ്പെടെയുള്ള സർവ്വ അസറ്റുകളുടെയും ഡീറ്റെയിൽസ് ഉണ്ടതില്. കുറെ നാളത്തെ അധ്വാനത്തിലൂടെ ഞാൻ സംഘടിപ്പിച്ചെടുത്തതാ. ഇതൊന്നും എന്റെ പേരിലല്ലോ അങ്കിളെ, പിന്നെ ഇതുകൊണ്ട് എന്തോ പ്രയോജനം? പ്രയോജനപ്പെടുത്തണം. ഇത് മുഴുവൻ പ്രണവിന്റെ പേരിലേക്ക് മാറ്റണം. അതിനാ ഞാൻ ഈ ഡോക്യുമെന്റ്സ് വിഷുക്കൈ നീട്ടമായിട്ട് തന്നത്. അതെങ്ങനെ? ഡൽഹിയിലെ മീറ്റിംഗിന് പോകുമ്പോ ഒരു വക്കീലിനെ കാണുമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ഒരു അഡ്വക്കേറ്റ് ഓം പ്രകാശ്. ആ, ഓർമ്മയുണ്ട്. ആ ഓം പ്രകാശ് വക്കീലിന് ഇതിന്റെ ഒരു കോപ്പി ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇപ്പോ ഇവിടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ വക്കീലിനെ പോയി കാണണം. അല്ല, ഇന്ന് വിഷുവായിട്ട് വക്കീൽ ഓഫീസിൽ കാണൂ? CQC ഫോൺ എടുത്തൊന്ന് വിളിച്ചാ ഏത് വക്കീൽ ഓഫീസും തുറക്കും. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി ഓംപ്രകാശ് വക്കീൽ ഓഫീസിൽ വരും. പ്രണവും ശിവാനിയും പോണം, കൂടെ ജ്യോതിർമയും വരും. ബാക്കി എന്ത് വേണോന്ന് വക്കീല് പറഞ്ഞുതരും. എന്തു പറയുന്നു, പൊയ്ക്കൂടെ? പൊക്കിയുടെ ഒന്നൊരു ചോദ്യം ഉണ്ടോ അങ്ങളെ? പോവും, ഉറപ്പായിട്ട് ഞങ്ങൾ പോവും. സദ്യയും വിളമ്പി വെച്ചിട്ട് ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കായിരുന്നു എന്നറിയോ? വിശാലമായ സദ്യയൊക്കെ ഉണ്ടോ? എന്തിനാ അമ്മ ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടത്? സദ്യ എന്റെ വകയല്ല, നിന്റെ ഭാര്യയുടെ വകയാണ്. ഞാൻ വിളമ്പി വെച്ചോന്നേ ഉള്ളൂ. സദ്യയൊക്കെ വേണം. ഈ വിഷു നമുക്ക് ആഘോഷിക്കാനുള്ളത് തന്നെയാ. ഗൗതം വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. വാ, ഇരിക്കെ. വലിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അവനെ വെറുക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അവനും എന്റെ മോനല്ലേടാ. ഇത്തവണ ആ ഇല അങ്ങനെ അവിടെ കിടന്നോട്ടെ. ഒരു പ്രതീക്ഷ, അടുത്ത വിഷുവിനെങ്കിലും ആ ഇലയിൽ പ്രണവുണ്ടാകണം. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ. വിഷുവിന് മുൻപേ ഓണം വരുമല്ലോ. അടുത്ത തിരുവോണത്തിന് സദ്യ ഉണ്ണുമ്പോ നിറഞ്ഞ സന്തോഷത്തോടെ നമ്മുടെ പഴയ അതേ പ്രണവായിട്ട് അവന് നമ്മുടെ കൂടെ ഉണ്ടാവും, ഉറപ്പ്. അമ്മേ, ചോറ് വിളമ്പ്. കഴിക്ക്.
എന്തിനാ പ്രസാദം കൈ പിടിച്ചോണ്ടിരിക്കുന്നത് മാറ്റി വെച്ചേക്ക്.